അവരുടെ എവിടെയൊക്കെ നക്കി കൊടുത്തിട്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ് പോയിക്കണമെന്ന് പറയുന്നത്. ഷാഫി പൊളിക്കാൻ പറയുമ്പോ പൊളിക്കണതും കുനിയാൻ പറയുമ്പോ കുനിയണതും കുമ്പിട്ട് നിൽക്കാൻ പറഞ്ഞാൽ കുമ്പിട്ട് നിൽക്കുന്നത് സന്ദീപ് വാര്യരാണ്. സന്ദീപ് വാര്യർ കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട് മിണ്ടാതിരുന്നത് അയാൾ വികലാംഗനായി എന്നാ തോന്നുന്നത്. കാരണം എവിടെ തലപ്പ് മുറിച്ചിട്ടുണ്ടെന്ന് പറയണത് കേട്ടു. ഇവര് പറഞ്ഞു ഞങ്ങൾ ചോദിച്ചിട്ടില്ല എന്ന്. പക്ഷെ അവർ കൂടെ കടക്കാൻ വന്നപ്പോ വിളിച്ച് കടത്തി. ഇവർ പോയി കടന്നില്ല. അവർ കൂടെ കടക്കാൻ വന്നപ്പോ SDPI കൂടെ പിടിച്ച് കടത്തി. അതാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ബലിദാനികളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരേ സമയത്ത് ഉപദേശിക്കലും ഊക്കലും ചെയ്യുന്ന പരിപാടിയാണ് സന്ദീപ് വാര്യർ കാണിക്കുന്നത്. ശ്രീ പ്രശാന്ത്, അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയാണ് BJPയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പിന് ഇനിയും 3 ദിവസമേ ഉള്ളൂ. BJPയുടെ ആശയം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന പാലക്കാട് ജില്ലക്കാരനായ സന്ദീപ് മറുകണ്ഠം ചാടുന്നു. മൂത്താൻതറയിലടക്കം ഇതുണ്ടാക്കുന്ന കോളിളക്കത്തെക്കുറിച്ചുള്ള നെഞ്ചിടിപ്പ് ഇപ്പോൾ ഉണ്ടോ പ്രശാന്തിന്? ഹലോ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമേ അല്ല. മൂത്താന്തറയിൽ ഇതുണ്ടാക്കാൻ പോകുന്ന കോളിളക്കം എന്ന് പറയുന്നു. മൂത്താന്തറയുടെ പേര് പറഞ്ഞുകൊണ്ട് സന്ദീപുടെ മുതലക്കണ്ണീർ ഒഴുക്കുകയാണ്. ഇതിനേക്കാളും വലിയ ആളുകള് ഈ പാർട്ടിക്കും പ്രസ്ഥാനത്തിനും വേണ്ടി പ്രവർത്തിച്ച് അവരുടെ പഴക്കം ചെന്ന മണ്ണാണ് മൂത്താന്തറ എന്ന് പറയുന്നത്. ഒരു വ്യക്തി പോയത് കൊണ്ട് പ്രത്യേകിച്ച് മൂത്താന്തറയ്ക്കകത്ത് യാതൊരുവിധ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നില്ല. ഈ പാലക്കാടിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളിപ്പോ മൂത്താന്തറയെ കുറിച്ച് പറഞ്ഞു. ആ മൂത്താന്തറയിൽ നിന്ന് വരുന്ന അതേ ബൂത്തിലെ പ്രതിനിധിയാണ് ഞാൻ. ആ പ്രതിനിധിയായിട്ടുള്ള ആ ബൂത്തിലെ ഞങ്ങളുടെ പാർട്ടിക്ക് കിട്ടുന്നതിന്റെ 50% വോട്ട് 25% വോട്ട് പോലും സന്ദീപ് വാര്യരുടെ പാർട്ടിക്ക് പിടിക്കാൻ പറ്റില്ല. അങ്ങനെ പിടിക്കാൻ തയ്യാറുണ്ടെങ്കിൽ സന്ദീപിനോട് പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. മൂത്താന്തറയിലെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന 56-ാം ബൂത്തിലെ മൂത്താന്തറ ക്ഷേത്രം നിൽക്കുന്ന ബൂത്തിലെ അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് ഈ BJP പിടിക്കുന്നതിന്റെ 25% വോട്ട് പോലും പിടിക്കാൻ സാധിക്കില്ല. ഉന്നയിക്കുന്നത് വൈകാരികമായ 1-2 വിഷയങ്ങൾ. ഒന്ന് അദ്ദേഹത്തിന്റെ അമ്മ, മൂത്താൻ സമുദായക്കാരെ അമ്മ മരിച്ചപ്പോ ഈ ശ്രീകൃഷ്ണകുമാർ തിരിഞ്ഞു നോക്കിയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ശ്രീനിവാസനെ കൊന്ന ആളുകളെ രക്ഷിക്കാൻ സഹായിച്ചു പാർട്ടി. അക്കാര്യത്തിൽ ഒരു കാര്യവും ചെയ്തില്ല എന്ന ആരോപണം. ഇവിടെ ബലിദാനികളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരേ സമയത്ത് ഉപദേശിക്കലും ഊക്കലും ചെയ്യുന്ന പരിപാടിയാണ് സന്ദീപ് വാര്യർ കാണിക്കുന്നത്. ഒരേ സമയത്ത് ഉപദേശിക്കലും ഊക്കലാണ് കാണിക്കുന്നത്. ഇവിടെ ഇത്തരത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഇതേ ശ്രീനിവാസന്റെ കൊലപാതക കേസിലെ പ്രതികളുടെ പാർട്ടിയുമായി ബന്ധം പുലർത്തുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളെ SDPI പരസ്യമായി പിന്തുണ പ്രചരിച്ചു കോൺഗ്രസ് പാർട്ടിക്ക് അവരുടെ എവിടെയൊക്കെ നക്കി കൊടുത്തിട്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ് പോയിക്കണമെന്ന് പറയുന്നത്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. മാന്യമായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കണം. പറഞ്ഞുകൊണ്ട് സന്ദീപിന് ഇവിടെ അതൊക്കെ ശരി, സന്ദീപിനെ വിമർശിക്കാം. അങ്ങനെ വിമർശിക്കുമ്പോൾ ശരിയായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കണം. ശരിയായ വിമർശനം. സന്ദീപിനെ പോലുള്ളവർക്ക് ഇത് തന്നെ ധാരാളമാണ്. ശരി, സന്ദീപിനെ പോലുള്ളവർക്ക് ഇത് തന്നെ. അല്ല, ഇത് വൈകാരിക വിഷയമായിരിക്കും. പക്ഷേ നമ്മൾ നല്ല വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഷാഫി പറമ്പിൽ പൊളിക്കാൻ പറയുമ്പോൾ പൊളിക്കുന്ന ആളുകളാണ് നിങ്ങൾ നിശ്ചയിച്ചു. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MLA ഷാഫി പൊളിക്കാൻ പറയുമ്പോൾ പൊളിക്കണതും കുനിയാൻ പറയുമ്പോൾ കുനിയണതും കുമ്പിട്ട് നിൽക്കാൻ പറഞ്ഞാൽ കുമ്പിട്ട് നിൽക്കുന്നത് സന്ദീപ് വാര്യരാണ്. ഷാഫി കുമ്പിട്ട് നിൽക്കാൻ പറഞ്ഞാൽ കുമ്പിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ അവിടെ ഷാഫി പറഞ്ഞ എന്താ പറഞ്ഞത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സന്ദീപാണ്. പിന്നെ 2, ഇവിടെ ഷാഫി പറമ്പിലെ MLA അദ്ദേഹമാണ് ഇത് പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് വെക്കാമെന്ന് പറഞ്ഞത്. അല്ലാതെ ഷാഫിയുടെ വീട്ടിലത്തെ കാര്യത്തിന് വേണ്ടി പറഞ്ഞ ഇവിടെ ആരും പൊളിക്കും കുമ്പിട്ട് നിൽക്കില്ല. അത് സന്ദീപ് വാര്യർ നിൽക്കും. ഷാഫി ഒന്ന് കുമ്പിട്ട് നിൽക്കാൻ പറഞ്ഞാൽ കുമ്പിട്ട് നിൽക്കും. ശരി. 2 നേരത്തെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു. അദ്ദേഹം നേരത്തെ ചോദിച്ചതിൽ ഇവിടെ മറുപടി പറയാതെ ഒരു വിഷയമുണ്ട്. SDPI പരസ്യമായി ഇവിടെ നോട്ടീസ് അടിച്ചുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുന്നുണ്ട്. ഇവര് പറഞ്ഞു ഞങ്ങൾ ചോദിച്ചിട്ടില്ല എന്ന്. പക്ഷെ അവർ കൂടെ കടക്കാൻ വന്നപ്പോ വിളിച്ച് കടത്തി. ഇവർ പോയി കടന്നില്ല. അവർ കൂടെ കടക്കാൻ വന്നപ്പോ SDPI കൂടെ പിടിച്ച് കടത്തി. അതാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇവരുടെ പാർട്ടിയിൽ നട്ടലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് സന്ദീപ് വാര്യർ കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട് മിണ്ടാതിരുന്നത് അയാൾ വികലാംഗനായി എന്നാ തോന്നുന്നത്. കാരണം എവിടെ തലപ്പ് മുറിച്ചിട്ടുണ്ടെന്ന് പറയണത് കേട്ടു. കാരണം സുഡാപ്പികളായിട്ടാണ് ഇവരുടെ അടുത്ത് കൊണ്ടുവിട്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള പരാമർശങ്ങൾ തലപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പമില്ല. തലപ്പിൽ എന്താണ് മോശം? അങ്ങനെയുള്ള
വിശദാംശങ്ങളൊന്നും വേണ്ട. രാഷ്ട്രീയം പറഞ്ഞാൽ മതി. രാഷ്ട്രീയം പറഞ്ഞാൽ മതി. രാഷ്ട്രീയം എന്തിനാ വേറെ ചിന്തിക്കുന്നത്? തലപ്പിൽ എന്താ കുഴപ്പം? അല്ല, തലപ്പ് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? രാഷ്ട്രീയം മാത്രം പറയുക. രാഷ്ട്രീയം മാത്രം ചോദ്യം. നിങ്ങൾ എന്തിനാ മാറി ചിന്തിക്കുന്നത്? ഒരു മിനിറ്റ് പൂർത്തിയാക്കട്ടെ. ഇനി ഇവിടെ നേരത്തെ പറഞ്ഞു, ഇവിടെ സുഡാപ്പികൾ ഉൾപ്പെടെ ഇത്തരത്തില് പോസ്റ്റർ അടിച്ച സമയത്ത് എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാര് ഇവരുടെ നേതാക്കന്മാരെ ജിൻഷാദ് ഇവിടെ നിന്നൊന്നും പറയാൻ പറ്റില്ല, ഷാഫിയുണ്ട്, ശ്രീകണ്ഠനുണ്ട്, VD സതീശനുണ്ട്, അവര് പറയട്ടെ ഞങ്ങൾക്ക് SDPയുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് ഇടട്ടെ. അതിന് നട്ടലില്ല, ഇവരുടെ പാർട്ടിയിൽ ആർക്കും അതിന് നട്ടലില്ല. ശരി, ഓക്കെ. ഇനി കാണുമ്പോ നിന്റെ മീശ പിരിച്ചിങ്ങനെ മുകളിലോട്ട് വെക്കരുത്. അങ്ങനെ കണ്ടാൽ സീവിടുവേ. പുരിഞ്ഞതാ മുന്നേ ആ പച്ചട്ടിയില് അരി പറക്കരുത്.